ഏതു പാപത്തോടാണ് ഞാൻ ചേർന്നിരിക്കുന്നത്? ഏതു പാപമാണ് എന്നിൽ ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്നത്? കണ്ടെത്തണം, ഇരിക്കണം ഈശോയുടെ കൂടെ. എന്നിട്ട് ആ പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. കുമ്പസാരിക്കാൻ പോകണം. ആ പാപത്തോട് പൊരുതാൻ ഒരു ബാറ്റിൽ പ്ലാൻ തയ്യാറാക്കേണ്ടി വന്നേക്കാം. ബാറ്റിൽ പ്ലാൻ, പാപത്തോട് യുദ്ധം ചെയ്യണം. രണ്ടാമത്തേത്, ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. ഈശോയുടെ തിരുനാമം നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ആത്മീയ ജീവിതം എന്നത് പാപത്തെ ഉപേക്ഷിക്കൽ മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വളർച്ച കൂടിയാണ്. സങ്കടങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ ആത്മീയമായി വളർന്നേ മതിയാവും. ഇക്കാര്യം അല്പം കൂടി ഗൗരവത്തിൽ എടുത്തു തുടങ്ങിയാലോ?